ഷിരൂരിലേക്ക് പോവുകയാണ്. ഷിരൂരിൽ അർജുന്റെ ലോറി റോഡിലെത്തിച്ചു. ലോറിക്കുള്ളിൽ കൂടുതൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തി. DNA പരിശോധനയ്ക്ക് ശേഷം 2 ദിവസത്തിനുള്ളിൽ മൃതദേഹം വിട്ടു നൽകുമെന്ന് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ അറിയിച്ചു. അതേസമയം മണ്ണിടിച്ചിലിൽ കാണാതായ ലോകേഷ്, ജഗന്നാഥൻ എന്നിവർക്കായി തിരച്ചിൽ തുടരും. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി കരയ്ക്കെത്തിച്ചിരിക്കുകയാണ്. ക്യാബിനുള്ളിൽ കൂടുതൽ മൃതശരീരാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. DNA പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ച് അയച്ചിട്ടുണ്ടോ? ഇതിന്റെ പരിശോധനാ ഫലം എപ്പോഴായിരിക്കും എത്തുക? ഒപ്പം മൃതദേഹം വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഏതു രീതിയിലാണ് പുരോഗമിക്കുന്നത്? രോഹിണി, നടപടിക്രമങ്ങളൊക്കെ എത്രയും വേഗത്തിലാക്കുമെന്നാണ് അല്പസമയം മുമ്പ് കാർവാർ എത്തി എം നാരായണ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അധികം വൈകിപ്പിക്കില്ല. ഈ ലോറി ഇപ്പോൾ പുറത്തെത്തിച്ചിട്ടുണ്ട്. 2 ട്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ലോറിയുടെ പുറകിലും മുന്നിൽ നിന്ന് വലിച്ചുകൊണ്ട് ആ ലോറി നിവർത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. ലോറിക്കുള്ളിൽ ഈ ശരീരഭാഗങ്ങൾ ഉണ്ട് എന്നൊരു അനുമാനം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ലോറിയുടെ ക്യാബിനകത്ത് നിന്ന് ഒരു എല്ലിന്റെ കഷണം ലഭിച്ചിട്ടുണ്ട്. അത് എടുത്തു മാറ്റിയിട്ടുണ്ട്. അതും ഈ നേരത്തെ ഈ ശരീരഭാഗങ്ങൾ കാർവാറിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീക്കും. ഇപ്പോൾ ഈ ലോറിക്കകത്ത് കൂടുതൽ ശരീരഭാഗങ്ങൾ ഉണ്ടോ എന്നൊരു സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലോറി മുമ്പിൽ നിന്നും പുറകിൽ നിന്നും വലിച്ച് നിവർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഒന്നെങ്കിൽ ആ രീതിയിൽ നിവർത്തിയതിനു ശേഷം അവിടെ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തേണ്ടതായിട്ട് വരും. അല്ല എങ്കിൽ കട്ടറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറിയുടെ ക്യാബിൽ ഉൾപ്പെടുന്ന ഭാഗം മുറിച്ചു നീക്കിയിട്ടായിരിക്കണം പരിശോധന നടത്തേണ്ടി വരിക. ഈ ക്യാബിന്റെ മുകൾ ഭാഗം എന്തായാലും ഇപ്പോൾ വലിച്ചു നീക്കി ഒരു സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ക്യാബിനകത്ത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള തരത്തിലുള്ള പരിശോധനകൾ നടത്താൻ ആവശ്യമായിട്ടാണ് ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നത്. വളരെ പ്രയാസപ്പെട്ട് 3 മണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഗംഗാവലി പുഴയിൽ നിന്ന് ആ ലോറി ഈ സൈഡിലേക്ക് ദേശീയപാതയോരത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. ഈ ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ലോറിയുടെ ടയർ അനങ്ങാതിരുന്ന് സ്റ്റക്കായി കിടന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നുവെങ്കിലും പിന്നീട് സാങ്കേതിക വിദഗ്ധരുടെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് ലോറി മൂവ് ചെയ്യുന്ന രീതിയിലാക്കിയിട്ട് വലിച്ചുകൊണ്ട് തന്നെ ആയിരുന്നു ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ലോറി നീക്കാനുള്ള ലോറി വലിച്ച് നിവർത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും അർജുൻ ഓടിച്ചിരുന്ന ലോറി അർജുൻ ഇല്ലാതെ ഇപ്പോൾ കൊണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ അർജുന്റെ ശരീരഭാഗങ്ങൾ എന്തെങ്കിലും കൂടുതൽ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾക്കായാണ് ഇപ്പോൾ ഇങ്ങനെ വലിച്ചു നിർത്താനുള്ള ശ്രമം നടക്കുന്നത്. ഇപ്പോൾ അതിന്റെ ബോഡി ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ടയറുണ്ട്, എല്ലാം അരഞ്ഞ രീതിയിലാണ്. പക്ഷേ നമ്മൾ നേരത്തെ ഒരു ടാങ്കറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാങ്കറിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബോഡിയുടേതായ രീതിയിൽ, അതായത് ഒരു വാഹനമാണ് എന്ന് തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു അവശിഷ്ടങ്ങളൊക്കെ ഈ ലോറിയുടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഈ അർജുന്റെ ഈ ലോറിയിൽ അകത്ത് നിന്ന് കിട്ടിയ ശരീരഭാഗങ്ങൾ ഒരു 70% കിട്ടിയിരുന്നു. പക്ഷെ അതിൽ തലയുടെ ഭാഗങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനാൽ തന്നെ ലോറിക്കകത്ത് കൂടുതൽ ഭാഗങ്ങൾ ഉണ്ടാകാമെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടന്നത്. രാവിലെയൊക്കെ അർജുന്റെ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനൊക്കെ വന്ന് നോക്കിയ സമയത്ത് ലോറിയിൽ നിന്ന് വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിരുന്നു, ഷർട്ട് കിട്ടിയിരുന്നു, അതോടൊപ്പം തന്നെ ഈ പുതപ്പ് കിട്ടിയിരുന്നു. ആ സമയത്ത് തന്നെയാണ് അവര് ഒരു ശരീരഭാഗത്തിന്റെ ഭാഗം കിട്ടിയത്. അതിപ്പോൾ ഇവിടെ എടുത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് സമീപത്തായിട്ട്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് സമീപത്തായിട്ട് തന്നെ ആംബുലൻസും ഉണ്ട്. ഈ ലോറിക്കകത്ത് കൂടുതൽ ശരീരഭാഗങ്ങൾ ഉണ്ടോ എന്ന പരിശോധന പൂർത്തിയായതിനു ശേഷം ഈ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ശരീരഭാഗങ്ങൾ എന്തായാലും ഈ കാർവാറിലെ ആശുപത്രിയിലേക്ക് നീക്കും. ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ആക്കാനുള്ള തീരുമാനമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. SP ഇപ്പോൾ കണ്ട സമയത്തും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ പൂർത്തിയാക്കും. അതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളാൻ വേണ്ടി ആശുപത്രി അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ DNA പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ഈ ആറിന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു ശരീരാവശിഷ്ടം, ശരീരഭാഗങ്ങളായിരുന്നു ലോറിയിൽ നിന്ന് കിട്ടിയത്. നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ DNA പരിശോധിച്ചാൽ മാത്രമേ ആരാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അർജുന്റെ ലോറിയാണ്, അർജുൻ തന്നെ ആയിരുന്നു ആ ലോറിയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും സാങ്കേതികമായിട്ടുള്ള ചില നിയമ തടസ്സങ്ങളുണ്ട്. ആ നിയമ തടസ്സങ്ങളൊക്കെ മാറ്റണമെങ്കിൽ ഇത്തരത്തിലുള്ള DNA പരിശോധന നടത്തേണ്ടതായിട്ട് വരും. സാമ്പിളുകളൊക്കെ മംഗലാപുരത്തുള്ള ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള പരിശോധനാ ഫലവും എത്രയും പെട്ടെന്ന് തന്നെ, അതായത് സാധാരണഗതിയിൽ 4 മുതൽ 5 ദിവസം വരെയൊക്കെ എടുക്കുന്നതാണെങ്കിൽ ഇത് 2 ദിവസത്തിനകം തന്നെ, നാളെ വൈകിട്ടോടുകൂടി തന്നെ ആ പരിശോധനാ ഫലം ലഭ്യമാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ആ ലോറി വലിച്ച് നിവർത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെയൊക്കെ ഇതിന്റെ മുകൾ ഭാഗം, സ്ലാബിന്റെ മുകൾ ഭാഗമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ വലിച്ച സമയത്ത് അടർന്നു വീണതാണ്. ഇങ്ങനെ വലിച്ചു മാറ്റിയാൽ മാത്രമേ അകത്തേക്ക് എന്തെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ, ആ ശരീരഭാഗങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന്
വ്യക്തത വരുത്താനും തീർപ്പ് കൽപ്പിക്കാനും ഒക്കെ സാധിക്കും. അതിനാലാണ് രണ്ട് ഭാഗത്തു നിന്നും വലിച്ചിട്ട് അതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നത്. ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഈ വാഹനത്തിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പോകുന്നതായിട്ടാണ് നമുക്ക് ഇതിൽ കാണുന്നത്. നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. ഇതിന്റെ ക്യാബിനൊരു ഭാഗമുണ്ട്. ക്യാബിൻ പിടിച്ച് വലിച്ച സമയത്ത് ക്യാബിന്റെ ഭാഗം പൊട്ടി അതിപ്പോ സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ഭാഗത്ത് കൊളുത്തിട്ട് വലിക്കുമ്പോൾ ഈ വെള്ളത്തിലൊക്കെ 20 ദിവസത്തിലധികം കിടന്ന വാഹനമായതിനാൽ തന്നെ ദ്രവിച്ചും മറ്റും പോയിട്ടുണ്ട്. വലിച്ചാൽ ശക്തി നിൽക്കാത്തതിനാൽ അങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള പരിശോധനയാണ്. എന്തെങ്കിലും ഒക്കെ ഇനി അർജന്റേത് എന്ന് കരുതാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് ലോറിക്കകത്ത് തന്നെ ആയിരിക്കും ഉണ്ടാകുക എന്നൊരു അനുമാനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഒരു ചിന്തയാണ് അർജുന്റെ കുടുംബത്തിലും ജില്ലാ ഭരണകൂടത്തിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായ പരിശോധന നടത്താത്തതിന്റെ പേരിൽ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പരിശോധന തന്നെയാണ്. 2 ക്രെയിനുകൾ ഉപയോഗിച്ച് ലോറിയുടെ മുൻപിലും പിന്നിലും വെടിച്ചുകൊണ്ട് അത് നിവർത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും DNA പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ സാധാരണ ഉണ്ടാകുന്നതിനും കൂടുതൽ വേഗത്തിൽ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന രീതിയിൽ, വളരെ പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ തന്നെ നടത്തുമെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ഒക്കെ ഉണ്ടായിട്ടുള്ളത്. കാർവാർ SP ഒക്കെ വന്ന സമയത്ത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി എന്തായാലും ഇവിടെ ഈ ശിരൂരിലോ അല്ലെങ്കിൽ കാർവാറിനുമായി ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് അധികം കാലതാമസം ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് തന്നെ അർജുന്റെ കുടുംബത്തിന് ആ ശരീരം അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്ന നടപടിയിലേക്കും പിന്നീട് അവരുടെ രീതിയിലുള്ള ഒരു ആധാരപരമായിട്ടുള്ള മടക്കം അർജുന് നൽകുന്ന രീതിയിലേക്കും ഒക്കെ വരുന്ന ദിവസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശരി ഗോകുൽ. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി കരയ്ക്കെത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ലോറി വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കൊണ്ടുവന്നത്. ശരീരഭാഗങ്ങൾ ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്നു. ഗൂഗിൾ, ഇപ്പോൾ നിലവിൽ കരയിലേക്ക് എത്തിച്ച ലോറിയുടെ ഉള്ളിൽ വീണ്ടും പരിശോധന നടത്തുകയാണ്. കാരണം മൃതശരീര അവശിഷ്ടങ്ങൾ ഇനിയും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതനുസരിച്ചുള്ള പരിശോധനകളാണോ നിലനിൽക്കുന്നത്? അതോടൊപ്പം ഈ ലോറി ഉടമയും അർജുൻ്റെ സഹോദരി ഭർത്താവും സ്ഥലത്ത് ഉണ്ടോ? നേരത്തെ തന്നെ സഹോദരി ഭർത്താവ് സ്ഥലത്തുണ്ടായിരുന്നു. ലോറി ഉടമ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ടോ? ഈ അർജുന്റെ സഹോദരി ഭർത്താവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. മഞ്ചേശ്വരം MLA ഉണ്ട്. കാർവാർ SP അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് പോയത്. ഇപ്പോൾ നടക്കുന്ന പരിശോധന നേരത്തെ പറഞ്ഞതുപോലെ ഈ വസ്ത്രങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് അർജുന്റെ സഹോദരൻ അഭിജിത്ത് രാവിലെ കണ്ടെത്തിയിരുന്നു. അതൊക്കെ ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം അഭിജിത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ വസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ അർജുന്റേത് എന്ന് പറയുന്ന രീതിയിൽ അവശേഷിക്കുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക എന്നൊരു ആഗ്രഹം അർജുന്റെ കുടുംബാംഗങ്ങൾ പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പരിശോധന നടത്തുന്നത്. ഇനി ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ കൂടി അർജുൻ ഉപയോഗിച്ച വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടോ, വസ്ത്രങ്ങളുണ്ടോ, പുതപ്പുണ്ടോ, മറ്റെന്തെങ്കിലും എന്ത് സാധനമാണോ അർജുൻ ഉപയോഗിച്ചിട്ടുണ്ടാവുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ അർജുന്റെ സഹോദരന്മാരും ബന്ധുക്കളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇവിടെ പരിശോധന ആളുകളോട്. അവരുടെ നേതൃത്വത്തിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ വണ്ടിക്കകത്തുണ്ടോ, ക്യാബിനകത്തുണ്ടോ എന്നാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ ക്യാബിനൊക്കെ പൂർണ്ണമായും ശതഞ്ഞരഞ്ഞ നിലയിൽ തന്നെയാണ് ഉള്ളത്. അതൊക്കെ ഇതിന്റെ മുകളിലേക്കൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഈ ക്രെയിൻ കെട്ടി വലിച്ച സമയത്താണ് ഇതിന്റെ മുകൾ ഭാഗമൊക്കെ അടർന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും പൂർണ്ണമായിട്ടുള്ള ഒരു പരിശോധന, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള പരിശോധന ഇവിടെ നടത്തേണ്ടതുണ്ട്. കാരണം ഈ കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീക്കിയിട്ടുള്ള ശരീരഭാഗങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ കുടുംബത്തിന് വിട്ടുകൊടുക്കാൻ, അല്ലെങ്കിൽ കുടുംബത്തിന് വിട്ടുകൊടുക്കാനുള്ള തീരുമാനമല്ല ഇപ്പോൾ കാർവാർ SP പറഞ്ഞത്. കർണാടക പോലീസിന്റെ അകമ്പടിയോടുകൂടി കോഴിക്കോടുള്ള അർജുന്റെ വീട്ടിലേക്ക് ഈ ശരീരഭാഗങ്ങൾ എത്തിച്ചു കൊടുക്കും. അതായത് കർണാടക സർക്കാരിന്റെ പൂർണ്ണ ഉത്തരവാദിത്തോടുകൂടി കർണാടക പോലീസിന്റെ അകമ്പടിയോടുകൂടി അവിടെ എത്തിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എത്തിച്ചു കൊടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ വാഹനത്തിന്റെ ഭാഗത്തിലോ അല്ലെങ്കിൽ വാഹനത്തിന്റെ ഉള്ളിലോ ഒന്നുമായി അർജുന്റേത് എന്ന് കരുതാൻ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാബിൻ പരമാവധി വലിച്ചു നിർത്തിക്കൊണ്ട് അതിന്റെ ഉള്ളിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ പരിശോധിക്കാനും എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. അതിന്റെ ഭാഗങ്ങളൊക്കെ അടർത്തി മാറ്റുന്നതായിട്ടാണ് കാണുന്നത്. അത് അടർത്തി മാറ്റി കഴിയുമ്പോൾ അതിന്റെ നിലത്ത്, അതിന്റെ ബോഡിക്കകത്ത് താഴെ ഫുട്പാത്തിന് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി കാണാൻ വേണ്ടി സാധിക്കും. ഓരോരോ ഭാഗങ്ങളായിട്ട് അടർത്തിയെടുക്കുകയാണ്. പൂർണ്ണമായിട്ട് വലിച്ചു നിർത്താൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ വലിച്ചു നിൽക്കും. ആദ്യം ലോറിയുടെ പുറകിലും മുൻപിൽ കെട്ടിവെക്കുകയായിരുന്നു ചെയ്തത്. ആ സമയത്തൊന്നും നിൽക്കുന്നില്ല, പൊട്ടി വരികയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോരോ ഭാഗങ്ങളായി അടർത്തി മാറ്റിയതിന് ശേഷം അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്നൊരു പരിശോധനയാണ് ഇവിടെയുള്ള പ്രദേശവാസികളുടെയും മറ്റു ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു പുതപ്പിന് സമാനമായ, വസ്ത്രത്തിന് സമാനമായ കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. രാവിലെ ഇതിന്റെ സഹോദരൻ അഭിജിത്ത് ഇവിടെ വന്ന് ഈ ലോറി ഒന്ന് ചുറ്റും പരിശോധിക്കുന്ന സമയത്താണ് വസ്ത്രം കാണുകയും ഇത് എന്റെ ചേട്ടൻ ഉപയോഗിച്ചതാണ്, പുതപ്പ് എന്റെ ചേട്ടൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞത്. അപ്പോ
ഈ അർജുൻ ഈ ലോറിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ക്യാബിനകത്തൊരു ആ കയറ് അഴ കെട്ടി അതിന്റെ മുകളിൽ വസ്ത്രം സൂക്ഷിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ അഭിജിത്ത് രാവിലെ വിശദീകരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി എന്തെങ്കിലും ഒക്കെ ബാക്കിയുണ്ടോ എന്ന രീതിയിലുള്ള പരിശോധന വളരെ പെട്ടെന്ന് തന്നെ നടത്തുന്നത്. കാരണം നേരത്തെ SP ആയാലും ജില്ലാ കളക്ടർ ആയാലും നേരത്തെ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു കാലതാമസം ഒന്നും ഈ വിഷയത്തിൽ ഉണ്ടാവില്ല. എത്രയും പെട്ടെന്ന് അർജുന്റേതെന്ന് കരുതുന്ന അർജുന്റെ ബാക്കിയുള്ള ശരീരഭാഗങ്ങളും അല്ലെങ്കിൽ അർജുന്റേത് എന്ന് കരുതി ബാക്കി ലഭിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കോഴിക്കോടുള്ള കണ്ണാടിക്കുന്ന വീട്ടിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം. അതിനായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കും. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഇന്ന് തന്നെ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് കാർവാർ SP M നാരായണ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗോകുൽ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ലോറിക്കുള്ളിൽ ഭാഗങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ടുള്ള പരിശോധന അവിടെ തുടരുകയാണ്. അവിടെ കാർവാർ MLA സതീഷ് സെയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം അർജുൻ്റെ സഹോദരി ഭർത്താവും അവിടെ കാര്യങ്ങൾ നോക്കുന്നതിനായി അതിൻ്റെ സമീപത്ത് തന്നെ നിൽക്കുന്ന കാഴ്ചകൾ കാണാം. അവരോരോരുത്തരും പ്രതീക്ഷിക്കുന്നത് ഒരു പൂർണ്ണമായും ശരീരഭാഗങ്ങൾ ലഭിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം മൃതശരീര അവശിഷ്ടങ്ങൾ മാത്രമാണ് ഈ മണ്ണിനും ചെളിക്കും അടിയിൽ നിന്ന് ലോറിയുടെ ക്യാബിനുള്ളിൽ നിന്ന് കണ്ടെടുക്കാനായത്. ക്യാബിനുള്ളിൽ തന്നെ ബാക്കി ശരീരാവശിഷ്ടങ്ങളും കാണും എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അവസാനവട്ട ശ്രമത്തിൽ തന്നെയാണോ ഈ ലോറിക്കുള്ളിലേക്കുള്ള ഈ പരിശോധന തുടരുന്നതും? അതോടൊപ്പം ഗൂഗിൾ മറ്റ് 2 പേർക്കായുള്ള തിരച്ചിൽ അതും ഏതു രീതിയിലാണ് തുടരാൻ ഉദ്ദേശിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഈ ലോറി നിവർത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രഗ്ഗർ ഗംഗാവലി പുഴയിൽ തന്നെ ഉണ്ട്. ആ പരിശോധനകളും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ അർജുനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു പൂർത്തീകരണം വരുന്ന മുറയ്ക്കായിരിക്കും പിന്നീട് ആ തിരച്ചിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതേസമയത്ത് തന്നെ നേരത്തെ കാർവാർ MLA സതീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അർജുൻ കിട്ടിയതോട് കൂടിയിട്ട് അല്ലെങ്കിൽ അർജുന്റെ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന 2 പേർ കർണാടക സ്വദേശികളായിട്ടുള്ള 2 പേര് ജഗന്നാഥൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗംഗാവലി പുഴയിൽ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള പരിശോധനയും ഈ ഗംഗാവലി പുഴയിൽ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഡ്രഗ്ഗർ ഈ പുഴയോട് സമീപത്തോട് ചേർത്ത് നിർത്തിയിട്ടാണുള്ളത്. ഈ ഗംഗാവലി പുഴയുടെ തീരത്ത് അല്ലെങ്കിൽ ഈ ദേശീയപാതയുടെ സമീപത്ത് ഇപ്പോൾ നടത്തുന്ന ഒരേ ഒരു പ്രവൃത്തി ഈ അർജുന്റെ ലോറിയിലുള്ള പരിശോധനയാണ്. ലോറിയിൽ എന്തെങ്കിലും ഇനി ബാക്കിയുണ്ടോ എന്ന അറിയാനുള്ള അല്ലെങ്കിൽ അർജുന്റെ കുടുംബാംഗങ്ങൾ അറിയിച്ചത് പ്രകാരം അവരുടെ ഒരു അഭ്യർത്ഥനയായിരുന്നു ലോറിയിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ബാക്കിയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രാവിലെ അവർ വന്ന് നോക്കിയ സമയത്ത് കണ്ടിരുന്നു ഷർട്ടും ഉപയോഗിച്ചിരുന്ന മറ്റു വസ്തുക്കളൊക്കെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പറഞ്ഞിരുന്നു ഇതുപോലെ ലോറിക്കകത്ത് പല സാധനങ്ങളൊക്കെ തൂക്കിയിടാറുണ്ടായിരുന്നു വളരെ കിട്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് നേടിയെടുത്തു തരാൻ സഹായിക്കണം എന്നൊരു കാര്യം അവർ മുന്നിലേക്ക് വെച്ചിരുന്നു. അത് യാതൊരു മടിയും കൂടാതെ ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത്തരത്തിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ക്യാബിൻ പൂർണ്ണമായിട്ടും ക്യാബിന്റെ മുകൾ ഭാഗവും ഫ്രണ്ടും സൈഡൊക്കെ പൊളിച്ചു മാറ്റി വേറൊരു ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പരിശോധന നടത്തുകയായിരുന്നു. നമുക്ക് ആ വാഹനത്തിന്റെ മുകളിൽ കാണാം ചെറിയ പുതപ്പും കാര്യങ്ങളൊക്കെ. രജനി റൂട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നൊരു അന്വേഷണം അല്ലെങ്കിൽ പരിശോധന തന്നെയാണ് ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിട്ടുന്നതിന്റെ പരമാവധി അർജുന കുടുംബത്തിന് കൊടുക്കുക എന്നൊരു താല്പര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഈ പരിശോധനകളൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ ട്രെയിൻ ഇങ്ങോട്ടേക്ക് പുഴയിൽ നിന്ന് കരയിലേക്ക് കയറ്റുന്ന സമയത്തായാലും അവരുടെ പ്രധാന പ്രാധാന്യം ഇതിന് ഉള്ളിലുണ്ട് എന്ന് കരുതപ്പെടുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ അർജുന്റേത് എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നും ഒരു കേടുപാട് സംഭവിക്കാതെ പുഴക്കരയിലേക്ക് ഈ ലോറി എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിന് വെല്ലുവിളിയായിരുന്നത് ടയർ നിലവിലുണ്ടായിരുന്നില്ല. ഹാൻഡ് ബ്രേക്കർ ഇട്ടത് കൊണ്ട് ടയർ മൂവ് ആവാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ടെക്നീഷ്യന്മാരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ടയർ മൂവ് ആവുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയും വലിച്ചു കെട്ടിക്കൊണ്ടുവരികയൊക്കെ ചെയ്തു. 3 മണിക്കൂറോളം നീണ്ടുന്ന പ്രവൃത്തികൾക്കൊടുവിലാണ് ഇന്ന് രാവിലെ 3 മണിക്കൂർ നീണ്ട പ്രവൃത്തികൾക്കൊടുവിലാണ് ഈ ലോറി ഇപ്പോൾ കരയ്ക്ക് ഇടുക്കിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പിന്നീട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധന. ഒരു ശരീരഭാഗത്തിന്റെ ഒരു ഭാഗം കിട്ടിയിരുന്നു, ഒരു എല്ലിന്റെ കഷ്ണം കിട്ടിയിരുന്നു. ഇനിയിപ്പോൾ അത് ഈ കാർവാറിലെ ഇന്നലെ ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള മോർച്ചയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ ലോറി പൂർണ്ണമായും ഒരു പരിശോധന നടത്തേണ്ടതായിട്ടുള്ള ഒരു പരിശോധന നടത്തി ഇതിലൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അല്ലെങ്കിൽ ബാക്കിയുണ്ട് എന്ന് കരുതുക ഉണ്ടാവാൻ സാധ്യതയുള്ള ശരീരഭാഗങ്ങളൊക്കെ സ്വരൂപിച്ചതിന് ശേഷം മാത്രമേ ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള പരിശോധനയാണ്. വണ്ടി നിർത്തുകയോ അല്ലെങ്കിൽ കട്ട് ചെയ്ത് നീക്കുകയോ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ വേണം അതിന് പരിശോധന നടത്താൻ വേണ്ടിയിട്ട് നോക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ആദ്യം നടന്നത്. അത് വിജയിക്കാത്തതിനെ തുടർന്ന് ലോറിയുടെ ഓരോ ഭാഗങ്ങളൊക്കെ അടർത്തി മാറ്റി പരിശോധന നടത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴായാലും ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഫ്രണ്ട് ഭാഗം ഉയർത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിയിൽ കാരണം തുണിഞ്ഞ് മടങ്ങിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതിന്റെ ക്യാബിനുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവണമെങ്കിൽ ആ ക്യാബിൻ
കോർക്കുകയോ അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് നീക്കുകയോ വേണം. ഇപ്പോൾ അതിനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. അത് ഈ കുളിച്ചിട്ട് നിർത്തുമ്പോഴും അവിടെ നിൽക്കാത്തൊരു സാഹചര്യം കൊണ്ട് ഒരുപാട് നാൾ വെള്ളത്തിൽ കിടന്നതുകൊണ്ട് ബലക്ഷയമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടർന്നു വരുന്നതും ആദ്യഘട്ടത്തിൽ ഇത് വലിച്ചു നിർത്താൻ ശ്രമിച്ച സമയത്തായാലും അത് നടക്കാതെ പോയത് ഒരുപാട് നാളുകൾ വെള്ളത്തിൽ കിടന്ന് ദ്രവിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ ബലക്ഷയം ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഈ ക്യാബിൻ പൂർണ്ണമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇതിന്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ നേരത്തെ കിട്ടിയിട്ടുള്ള ശരീരഭാഗം കാർവാറിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. ഇന്നലെ കൊണ്ടുപോയ ശരീരഭാഗം ഇന്നലെ നമുക്ക് ഈ ക്യാബിൽ നിന്ന് കിട്ടിയ ശരീരഭാഗത്തിൽ തലയൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇത്തരമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യത്തോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള തിരച്ചിൽ ഇവിടെ നടത്തുന്നത്. ശരീരഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ കിട്ടി എന്നുള്ളത് കൊണ്ട് തിരച്ചിൽ അവസാനിപ്പിക്കാൻ പാടില്ല എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനിപ്പിക്കാനുള്ള ഒരു ആലോചന ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ലതാണ്. അതിലിപ്പോൾ കഴുകിയിട്ടൊക്കെയാണ് ഇത് ഓരോ ഭാഗം നീക്കുകയും കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്ത് കഴുകിയിട്ടൊക്കെയാണ് ഇപ്പോൾ അവിടെ പരിശോധന നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ചെറിയ മഴയൊക്കെ ഇവിടെ പെയ്യുന്നുണ്ടെങ്കിലും ആ രീതിയിൽ ക്യാബിന്റെ ഉള്ളിൽ പരിശോധന നടത്താൻ ആവശ്യമായ രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ ഗോകുൽ, എന്തായാലും നമുക്കറിയാം 72 ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് മണ്ണിടിച്ചിലിൽ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് പതിച്ച അർജുൻ്റെ ലോറി കണ്ടെത്താനും വീണ്ടെടുക്കാനും ഒക്കെ സാധിച്ചത്. വലിയ ആശങ്ക തന്നെയായിരുന്നു. കാരണം മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തെങ്കിൽ പോലും ഈ അടിത്തട്ടിലേക്ക് എത്തുക, ലോറി കൃത്യമായി കണ്ടുപിടിക്കുക, അത് മുകളിലേക്ക് എങ്ങനെ എത്തിക്കുമെന്നുള്ളതൊക്കെ ആശങ്ക നിഴലിച്ചിരുന്നു. പക്ഷേ ഡ്രെഡ്ജർ എത്തിയതിന് ശേഷമാണ് യന്ത്ര ഉപകരണങ്ങളുടെ സംവിധാനത്തോടുകൂടി ഇത് കൃത്യമായി തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞതും കരയിലേക്ക് വലിച്ചടുപ്പിക്കാൻ കഴിഞ്ഞതും. ഇത് വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് എടുത്തപ്പോൾ തന്നെ മൃതശരീരാവശിഷ്ടങ്ങൾ ദൃശ്യമായിരുന്നു. ക്യാബിനുള്ളിൽ കൂടുതൽ മൃതശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോഴും തിരച്ചിൽ നടത്തുന്നത്. ഇപ്പോൾ ഓരോരോ ഭാഗങ്ങളായി ഇളക്കി നീക്കിക്കൊണ്ടാണ് അതിനുള്ളിലേക്ക് തിരച്ചിൽ നടത്തുന്നത്. വലിയ രീതിയിലുള്ള ചെളിയും മണ്ണുമെല്ലാം ലോറിക്ക് ഉള്ളിലും പുറത്തുമായൊക്കെ തന്നെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നീക്കം ചെയ്ത് പരമാവധി വീണ്ടും കൂടുതൽ തിരച്ചിൽ നടത്തുക എന്നുള്ളത് തന്നെയാണല്ലേ ഇപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന അന്വേഷണ സംഘം, ഉദ്യോഗസ്ഥ സംഘം അവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ. ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെയാണോ ഇപ്പോൾ ഈ മണ്ണും ചെളിയും ഒക്കെ നീക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? അത് തന്നെയാണ്. ഈ 12 മീറ്ററോളം ഗംഗാവലി പുഴയുടെ 12 മീറ്ററോളം ആഴത്തിലാണ് ഏകദേശം 72 നാളോളം ഈ ലോറി കൂണ്ടു കിടന്നത്. ഇതിന്റെ ക്യാബിൻ ഏകദേശം മണ്ണിന്റെ അടിയിൽ തന്നെ ആയിരുന്നു എന്നാണ് ഇത് ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഡൈവർമാർ, മുങ്ങൽ വിദഗ്ധന്മാരായിരുന്നു ഈ ലോറി പുഴക്കടിയിൽ കണ്ടെത്തിയത്. അവർ പറഞ്ഞത് ഇത് മണ്ണിനടിയിലേക്ക് പൂണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിൽ പരിശോധന നടത്തണമെങ്കിൽ അർജുന്റെ ശരീരഭാഗങ്ങളൊക്കെ പൂർണ്ണമായി അല്ലെങ്കിൽ കിട്ടിയത് മൊത്തം ഈ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ കുറച്ചുകൂടി ബാക്കി എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അനുമാനിക്കുന്നു. കാരണം ഈ ശരീരഭാഗങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. കിട്ടിയത് 60-70% ഭാഗമേ ഉള്ളൂ. പ്രധാനപ്പെട്ട തലയുടെ ഭാഗങ്ങളൊന്നും തലയൊട്ടിയുടെ ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ കഴുകിയിട്ടൊക്കെ ഒരു അന്വേഷണം നടത്തുന്നത്. അതിലും പ്രധാനപ്പെട്ട കാരണം നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ ജില്ലാ SP സൂചിപ്പിച്ചതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഈ അർജുന്റെ ശരീരഭാഗങ്ങളൊക്കെ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്തം കൂടി അവരുടെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചില്ലെങ്കിൽ, എല്ലാ രീതിയിലുമുള്ള പരിശോധനകൾ നടത്തിയില്ലെങ്കിൽ അതൊരു കുറവായി പോകുമോ എന്നൊരു തോന്നലൊക്കെ ഒരു പക്ഷെ അവരുടെ ഭാഗത്ത് ഉണ്ടായിരിക്കാം. ആ രീതിയിലുള്ള പരിശോധനയാണ് നടത്തുന്നത്. കാരണം പോസ്റ്റ്മോർട്ടത്തിനൊക്കെ അനുമതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. അതോടൊപ്പം തന്നെ DNA പരിശോധനയിൽ ഇപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ട് നടക്കും. അതിന്റെ സാമ്പിളുകളൊക്കെ ശേഖരിച്ച് പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നാളെയോടുകൂടി തന്നെ ഈ ശരീരഭാഗങ്ങൾ കോഴിക്കോടുള്ള അർജുന്റെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ആലോചനയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. ആ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇതിന്റെ ശരീരഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഇവിടെ ബാക്കിയാവാൻ പാടില്ല എന്നൊരു താല്പര്യം ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് നിവർത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന. ഗോകുൽ, എന്തോ വളരെ നിർണായകമായ ഒരു വസ്തു അതിനുള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ അതിന്റെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്നത് കാണാം. ഫോൺ പോലെയുള്ള എന്തെങ്കിലും ആണോ? ഫോണാണ് എന്നാണ് കരുതുന്നത്. ഗോകുൽ, നമുക്കത് കുറച്ച് അടുത്തേക്ക് പോകേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകർ എല്ലാവരെയും ആ ഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് കടത്തി വരുന്ന ഒരു സാഹചര്യമല്ല. ഗോകുൽ, അതൊരു മൊബൈൽ ഫോൺ തന്നെയായിരുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി അത് മൊബൈൽ ഫോൺ തന്നെയാണ്. അർജുൻ ഉപയോഗിച്ചിരുന്നതാണോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയം അവശേഷിക്കുന്നുള്ളൂ. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രതികരണം നൽകേണ്ടത് സഹോദരി ഭർത്താവ് തന്നെയാണ്.
സഹോദരി ഭർത്താവ് അതിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ആ ഫോൺ ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾക്ക് മുൻപാകെ കാണിക്കുന്നുണ്ട്. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ അത് ക്യാബിനുള്ളിൽ നിന്ന് അല്പം മുൻപ് തന്നെ അവർ കണ്ടെടുത്തതാണ്. ഇപ്പോൾ തന്നെ ആ വെള്ളം ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം നടത്തിയ തിരച്ചിലിൽ വളരെ പെട്ടെന്ന് കണ്ടെടുത്തതാണ് ആ മൊബൈൽ ഫോൺ. സതീഷ് സേലിന്റെ കയ്യിൽ ഇപ്പോൾ ആ മൊബൈൽ ഫോൺ ഉണ്ട്. ഇതിനിടയിൽ നമ്മൾ അതിന്റെ ഭാര്യ ക്ഷമിക്കണം സഹോദരി ഭർത്താവുമായിട്ട് ജിതിനുമായിട്ട് നമ്മൾ സംസാരിച്ചു. അത് അർജുന്റെ ഫോൺ തന്നെയാണ് എന്ന് ജിതിൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സതീഷ് പ്രതികരണം Arjun's mobile. Okay. This is Arjun's mobile. Which mobile? Arjun's mobile. അത് അർജുന്റെ മൊബൈൽ തന്നെയാണ് എന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ക്യാബിനുള്ളിൽ നിന്നും അർജുന്റെ മൊബൈൽ ലഭിച്ചിരിക്കുകയാണ്. Okay. No, we are trying. We are washing and we are cleaning and we are trying. Don't worry. Unless until you give the permission, we will not remove the truck. You find the bones, right? Yeah, bones already we have sent it to. Okay. This also will send it. Mobile now. Mobile One more mobile, sir. One more mobile. കൂടി കിട്ടിയിട്ടുണ്ട് എന്നാണ്. One more mobile. One more mobile. Both of phones are Arjun's phone. ഒരു മൊബൈൽ കൂടി ലഭിച്ചിരിക്കുകയാണ്. ഒരു ബാഗും Yes. ക്യാബിനുള്ളിൽ നിന്ന് Nothing to ലഭിച്ചിട്ടുണ്ട്. worry. മണ്ണും ചെളിയും മൂടിയ And നിലയിലാണത്. department will check. Okay. Oh, most of the things we have received. Nothing is remains now. Some toys. Yeah, he may taken for his children or something. അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ആണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരുന്നു. 2 മൊബൈൽ ഫോണാണ് അർജുൻ ഉപയോഗിച്ചിരുന്നത്. ഒരു ഫോണ് റേഞ്ച് ഇല്ലാതിരുന്ന സമയത്ത് മറ്റൊരു ഫോൺ റിങ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഗോകുൽ, അർജുന്റെ വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളും ബാഗും 2 മൊബൈൽ ഫോണുകളുമാണല്ലോ ലഭിച്ചിരിക്കുന്നത്. അതെ, പരിശോധനകൾ തുടരുകയാണ്. 2 മൊബൈൽ ഫോണുകൾ കിട്ടി. അർജുൻ 2 ഫോൺ ഉപയോഗിച്ചിരുന്ന ആളാണ്. അത് ആദ്യഘട്ടം തന്നെ അർജുന്റെ വീട്ടിൽ നിന്ന് നമ്മൾ പ്രതികരണം എടുക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. 2 സിം അർജുൻ 2 ഫോണുകളായിട്ട് ഉപയോഗിച്ചിരുന്നു. ആ 2 ഫോണുകളും ഇപ്പോൾ സാധനങ്ങളും വസ്ത്രങ്ങളും കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കഴുകിയിട്ടൊക്കെയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പരിശോധനയിലാണ് ഈ ക്യാബിന്റെ പല ഭാഗങ്ങളും നിവർത്തിക്കൊണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് നിവർത്തിക്കൊണ്ട് നടത്തിയ പരിശോധനയിലാണ് പല ഭാഗങ്ങളും കിട്ടിയിട്ടുണ്ട്. 2 മൊബൈൽ ഫോൺ കിട്ടി, ബാഗുകൾ കിട്ടിയിട്ടുണ്ട്, ഡ്രസ്സ് മറ്റു സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, ബാഗുണ്ട്, കളിപ്പാട്ടങ്ങൾ ഉണ്ട്. അങ്ങനെ പല സാധനങ്ങളും ലോറിയുടെ ക്യാബിനകത്ത് നിന്ന് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ക്യാബിനകത്ത് ഉണ്ടാകാം ഒരു ഉറപ്പ് അർജുന്റെ കുടുംബത്തിന് സഹോദരനൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാവിലെ അവർ ഭരണാധികാരികളോട് പറഞ്ഞിരുന്നത് പരിശോധന ക്യാബിൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്താമെന്നൊരു കാര്യം അർജുന്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ ഈ ക്യാബിന്റെ പല ഭാഗങ്ങളും ഇളക്കി മാറ്റിക്കൊണ്ട് ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇളക്കി മാറ്റിക്കൊണ്ടും കട്ടർ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തിട്ടുമൊക്കെയാണ് എടുത്തത്. പലതരത്തിലുള്ള സാധനങ്ങൾ ഈ ക്യാബിന്റെ അകത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 മൊബൈൽ ഫോൺ കിട്ടിയിരിക്കുന്നു, വസ്ത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്, കളിപ്പാട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്, ബാഗുകൾ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ അർജുന്റേതാണ് എന്ന് സതീഷ് സെയിൽ എന്തായാലും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. പല സാധന സാമഗ്രികളും കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യം അർജുന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന നടത്തണമെന്ന്. ഈ രാവിലെ വന്ന സമയത്ത് തന്നെ പല ഷർട്ടിന്റെ ഭാഗങ്ങളും പുതപ്പും മറ്റുമൊക്കെ കിട്ടിയ സമയത്ത് തന്നെ ക്യാബിൻ കേന്ദ്രീകരിച്ച് കൂടുതൽ സാധനങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സംശയം അവർ പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് എല്ലാ വസ്തുക്കളും അർജുന്റേത് എന്ന് പറയുന്ന രീതിയിൽ അവശേഷിക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നൊരു കാര്യം അവർ പങ്കുവച്ചിരുന്നു. ആ രീതിയിലുള്ള ഒരു പരിശോധന തന്നെയാണ് കിട്ടിയത്.
ൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയും പരിശോധന എന്തായാലും നടത്തും. ക്യാബിൻ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകളൊക്കെ നടത്തുമെന്തായാലും. 2 ഫോണായിരുന്നു ആദ്യഘട്ടം മുതൽ ഉപയോഗിച്ചിരുന്നത്. ഒരു ഫോൺ ആദ്യം ഓഫായി പോയ സമയത്ത് മറ്റൊരു ഫോൺ റിങ് ചെയ്യുകയും അതൊരു പ്രതീക്ഷ നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ആദ്യഘട്ടം മുതലേ അവിടെ ഉണ്ടായി. 2 മൊബൈൽ ഫോണുകളും കിട്ടിയിട്ടുണ്ട്. അർജുൻ്റേത് എന്ന് പറയുന്ന രീതിയിൽ അവശേഷിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും പുറത്തെടുക്കുക, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അർജുൻ്റെ കുടുംബത്തിന് ഗൂഗിൾ ലോറിക്കുള്ളിൽ നിന്ന് അർജുൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതെല്ലാം ഏകദേശം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ, വാച്ച്, അതോടൊപ്പം അർജുൻ്റെ ബാഗ്, വസ്ത്രങ്ങൾ ഇവയൊക്കെ തന്നെയാണ് അവിടെ നിന്നും ലഭിച്ചിരിക്കുന്നത്. ഈ ഗംഗാവലി പുഴയിൽ നിന്ന് ലോറി പുറത്തെടുത്തപ്പോൾ തന്നെ അർജുൻ്റെ സഹോദരി ഭർത്താവും വ്യക്തമാക്കിയിരുന്നു, ഇനി അർജുൻ ഓർമ്മകളിലേക്കാണെങ്കിൽ പോലും അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ പരമാവധി അവയെല്ലാം തന്നെ വീട്ടിലേക്ക് എത്തിക്കുക, അതോടൊപ്പം തന്നെ അർജുന് അങ്ങേയറ്റം ബഹുമാനപൂർവ്വമായ ആദരപൂർവ്വമായ ഒരു ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുക. അതിനു വേണ്ടിയിട്ടാണ് പരമാവധി ശരീരഭാഗങ്ങൾ തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ള ഒരു കാര്യവും ഒരു ആഗ്രഹവും അവർ അറിയിച്ചത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ആ ക്യാബിനുള്ളിൽ തന്നെ അർജുൻ്റെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഫോൺ, വാച്ച്, ബാഗുകൾ എന്നിവ അടക്കം. കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾക്കായുള്ള തിരച്ചിൽ തന്നെയാണോ ഇപ്പോഴും കേന്ദ്രീകരിച്ച് നടക്കുന്നത്? ക്യാബിൻ കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താനുള്ള ഒരു കാരണം അർജുന്റെ ശരീരഭാഗങ്ങളിൽ ഭൂരിഭാഗം കിട്ടിയത് വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോൺ കിട്ടി, അർജുന്റെ ബാഗ് കിട്ടി, ശരീരഭാഗമൊക്കെ കിട്ടി. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടാങ്കർ ലോറി പൂർണ്ണമായും ചതഞ്ഞിറങ്ങി പോയിരുന്നുവെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഇവിടെ അർജുന്റെ ലോറിയുടെ ക്യാബിൻ അങ്ങനെ പൂർണ്ണമായും ചതഞ്ഞിറങ്ങിയ നിലയിലാണെങ്കിൽ അർജുൻ ഉൾപ്പെടെയുള്ള ആളുകളെ കിട്ടിയിട്ടുള്ളത് അതിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങളും അല്ലെങ്കിൽ അർജുൻ ഉപയോഗിച്ചുള്ള വസ്തുക്കളൊക്കെ അതിലുണ്ടാവാനുള്ള ഒരു സാധ്യതയും ഒരു സംശയമൊക്കെ ആദ്യഘട്ടം തന്നെ പങ്കുവച്ചിരുന്നു. ആ സംശയം എന്തായാലും ശരിയാവുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇനിയിപ്പോൾ ശരീരഭാഗങ്ങളിലേക്ക് ശരീരഭാഗങ്ങൾ കൂടുതലായിട്ടും കണ്ടെത്താൻ നമുക്ക് തുടക്കമുതലേ സൂചിപ്പിക്കുന്നുണ്ട്. തലയിലുള്ള ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അതൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ ഭാഗം കൂടി ഇതിനുള്ളിൽ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അർജുന്റെ സഹോദരനും സഹോദരി ഭർത്താവും ഒക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. തല കീഴായി നിൽക്കുന്ന രീതിയിലായിരുന്നു അർജുന്റെ ശരീരം ഈ ടാങ്കറിൽ നിന്ന് പൊക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് തല താഴെയും കാല് മുകളിലുമാവുന്ന രീതിയിലായിരുന്നു ഈ ശരീരഭാഗങ്ങൾ വെള്ളത്തിനടിയിൽ നിന്ന് കിട്ടിയത് എന്നാണ് ഇത് കണ്ടെടുത്ത ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്യാബിൻ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. ഇപ്പൊ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഭാഗം എന്തായാലും പൂർണ്ണമായും മാറ്റാനുള്ള ഒരു ശ്രമമാണ്. ഈ സീറ്റിന്റെ അടിയിലൊക്കെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാകുമോ എന്നൊരു സംശയം ബാക്കിയാവുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങളായി അടർത്തി മാറ്റി അവിടെ പൂർണ്ണമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഈ ദൗത്യം ഇവിടെ അവസാനിപ്പിക്കുക. അത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുമെന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളും DNA റിസൾട്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തിയാവണം. കർണാടക സർക്കാരിന്റെ നേതൃത്വത്തിൽ പോലീസിന്റെ അകമ്പടിയോട് കൂടിയിട്ട് അർജുന്റെ ശരീരഭാഗങ്ങൾ കർണാടകയിലുള്ള അർജുന്റെ വീട്ടിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെയൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. എന്തായാലും ഈ ലോറി പുഴയിൽ നിന്ന് കരയിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം നടത്തിയിട്ടുള്ള പരിശോധനകൾ എന്തെങ്കിലും ആശ്വാസം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അർജുൻ എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റിയുള്ള വസ്തുതകളൊക്കെ അർജുന്റെ കുടുംബം ഉൾക്കൊണ്ടതിന് ശേഷം ഇനി അവന്റേതായിട്ട് ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് തരുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കിട്ടുമോ എന്നൊരു ആശങ്കയും പ്രതീക്ഷയൊക്കെ ആയിരുന്നു കുടുംബത്തിന് ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷകൾക്ക് വക നൽകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നു എന്നതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. പുഴയിൽ നിന്നും മാറ്റിയൊരു 3/4 മണിക്കൂർ ആകുമ്പോഴേക്ക് തന്നെ അർജുൻ ഉപയോഗിച്ചിരുന്ന 2 ഫോണുകളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു. അർജുൻ ഉപയോഗിച്ച വസ്ത്രങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. അർജുൻ ഉപയോഗിച്ചിരുന്ന ബാഗ് കണ്ടെത്താൻ സാധിച്ചു. ഇനി പല കാര്യങ്ങളും ഒപ്പിയെടുക്കാനുണ്ട്. ഓരോ ഭാഗങ്ങളായിട്ട് ലോറിയുടെ ഓരോ ഭാഗങ്ങളായിട്ട് ഇളക്കി മാറ്റിക്കൊണ്ടും ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് കെട്ടിവലിച്ചുകൊണ്ടും അത് നിവർത്തിക്കൊണ്ടുമൊക്കെയാണ് അവിടെ പരിശോധന ഇപ്പം നടത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ സീറ്റിനടിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. സീറ്റിനടിയിൽ ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതുന്നു. കാരണം ഈ തലയൊക്കെ കീഴ്മേൽ മറഞ്ഞു നിൽക്കുന്ന ഒരു രീതിയിലായിരുന്നു അതിന്റെ മൃതദേഹം വെള്ളത്തിൽ നിന്ന് ഈ ടാങ്കറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീറ്റിനടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം മടങ്ങി നിൽക്കുന്നതിന്റെ അടിയിലോ ഒക്കെ ശരീരഭാഗങ്ങളോ മറ്റോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന
ഉപയോഗിക്കുന്ന വസ്തുക്കളോ ഒക്കെ ഉണ്ടോ എന്നുള്ള പരിശോധന പ്രധാനമായിട്ടും അത്തരത്തിലൊരു പരിശോധന തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയുമായി ബന്ധപ്പെട്ട വാഹനവുമായി ബന്ധപ്പെട്ട പേപ്പറുകളും അല്ലെങ്കിൽ അതിന്റെ ബുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു ഡയറക്റ്റ് സമാനമായ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ട്. അത് എന്നാണ് തോന്നുന്നത്. എന്റെ ഒരു ഡോക്യുമെന്റ് ആണ് എന്നാണ് തോന്നുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്യാബിനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പരിശോധന തന്നെയാണ് നടത്തുന്നത്. ക്യാബിൻ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്ന സമയത്ത് എന്തായാലും പ്രതീക്ഷിച്ചു നൽകുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതിന്റെ കുടുംബം ആവശ്യപ്പെട്ടതുപോലെ അർജുന്റേത് എന്ന് കരുതി ബാക്കിയുള്ള അല്ലെങ്കിൽ അർജുൻ ഉപയോഗിച്ചിരുന്ന ആ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ അർജുൻ ഉപയോഗിച്ചിരുന്ന അത് വാങ്ങി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നു. അതോടൊപ്പം തന്നെ വണ്ടിയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഒക്കിയെടുക്കുന്നുണ്ട്. രണ്ടുപേരിപ്പോൾ വാഹനത്തിന്റെ ക്യാബിനിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ തിരച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഭാഗങ്ങളും കൃത്യമായി തന്നെ അടച്ചു മാറ്റുന്നു. ആവശ്യമെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത് പൊട്ടിച്ചു നീക്കിക്കൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പരിശോധന. ചില ഭാഗങ്ങളൊക്കെ ഈ ഇരുമ്പ് വടി കൊണ്ടൊക്കെ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ ആളുകൾ അത് ഉപയോഗിച്ച് തന്നെ മാറ്റിയിട്ടാണ് പരിശോധന. ഓരോ ഭാഗങ്ങളും കൃത്യമായി അടർത്തി മാറ്റിയെടുത്ത് പരിശോധന നടത്തുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള സ്റ്റഡിയായിരുന്നു. കാരണം 72 ദിവസത്തോളം അവർ പുഴക്കടിയിൽ ഒരു 12 മീറ്റർ ആഴത്തിൽ ഇപ്പോഴാണ് 12 മീറ്റർ ആഴത്തിൽ. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ വലിയ രീതിയിലുള്ള കുത്തൊഴുക്കോട് കൂടി ഒഴുകിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ പല നാടുകളിൽ നിന്നുള്ള വെള്ളം പോലും വന്നിട്ട് ഒരു പക്ഷേ ക്യാബിന്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകി മാറ്റി നോക്കിയ സമയത്താണ് 2 മൊബൈൽ ഫോണുകൾ ലഭിച്ചിരുന്നത്. പിന്നീട് വസ്ത്രങ്ങളും വാഹനത്തിന്റെ രേഖകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പരിശോധന എന്തായാലും തുടരുകയാണ്. ക്യാബിന്റെ അകം കേന്ദ്രീകരിച്ച് ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്നത് തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അതിനായി ട്രെയിനുകളും ആ മനുഷ്യസഹായമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. 2 പേർ അതിന്റെ ക്യാബിനകത്ത് കയറി നിന്നുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ട്രെയിനുകളും ഉണ്ട്. ഇവർക്ക് അടർത്തി മാറ്റാൻ സാധിക്കാത്തവർ ട്രെയിനിന്റെ വടം ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിച്ചു മാറ്റി ഓരോ ഭാഗങ്ങളും കൃത്യമായി പൊട്ടിച്ചു മാറ്റി അടർത്തി എടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അർജന്റീനയിൽ നിന്ന് തരുന്ന വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. വാഹനത്തിന്റെ ഡോക്യുമെന്റുകൾ കിട്ടിയിട്ടുണ്ട്. 2 മൊബൈൽ ഫോണുകൾ കിട്ടിയിട്ടുണ്ട്. കളിപ്പാട്ടത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവർ കിട്ടിയിട്ടുണ്ട്. വാച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയും പരിശോധന തുടരുകയാണ്. അതിന് ഡാഷ്ബോർഡുകളിലും മറ്റുമൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള പരിശോധനകൾ തുടരുകയാണ്. അതിന്റെ ഈ ക്യാബിനകത്ത് തന്നെ വടം കെട്ടിക്കൊണ്ട് അത് ട്രെയിനിന് ഹുക്ക് ചെയ്തുകൊണ്ട് മരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. കൃത്യമായി തന്നെ വണ്ടി അടർത്തി പൊളിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. രോഹിണി.